നമസ്കാരം. ഭീകരവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പലപ്പോഴും പ്രസക്തമായി ഉയർന്നു വരുന്ന ഭാരതത്തിലെ ഒരു സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ മാത്രമാണ്. ജിഹാദി ഭീകരവാദികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം തർക്കപ്രദേശമാണെന്ന് പാകിസ്ഥാൻ ഉന്നയിക്കുന്നു. അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്, അവിഭാജ്യ ഘടകം തന്നെയാണ് കശ്മീർ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഭാരതീയർക്കാർക്കും. അപ്പോൾ ചർച്ചകളിൽ ജമ്മു ആൻഡ് കാശ്മീർ നിറയുമ്പോൾ പലപ്പോഴും നാം വിട്ടുപോകുന്നൊരു സംസ്ഥാനമുണ്ട്, അതാണ് രാജസ്ഥാൻ. രാജസ്ഥാനും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അവിടെയും ഭീകരവാദികൾ പലപ്പോഴും അവരുടേതായിട്ടുള്ള സ്ലീപ്പർ സെല്ലുകളെല്ലാം കൃഷി ചെയ്ത് സൂക്ഷിച്ചു വയ്ക്കുവാറുണ്ട്, ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് വിന്യസിക്കുവാനായി. പലപ്പോഴും അവിടെ ഇത്തരത്തിലുള്ള ഭീകരവാദികളുടെ സ്ലീപ്പർ സെല്ലുകളെയും ഏജൻറ്റുമാരെ പിടികൂടാറുമുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ. പക്ഷേ അതൊന്നും ഈ ജമ്മു ആൻഡ് കാശ്മീരിലെ വാർത്തകളുടെ അത്ര പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മുൻപിൽ എത്താറില്ല, സാധാരണ ജനങ്ങളുടെ മുൻപിൽ എത്താറില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെന്ന് പറയണം, കാരണം ദിവസങ്ങൾ നീണ്ട ഓപ്പറേഷനുകളായിരുന്നു. ഈ ഓപ്പറേഷനുകളിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വലിയൊരു ഭീകരവാദ ശൃംഖല തന്നെ, സ്ലീപ്പർ സെല്ലുകളെന്ന് വിളിക്കാം, ഏജൻറ്റുകളെന്ന് വിളിക്കാം, എന്ത് വിളിച്ചാലും ഇത്തരത്തിലുള്ള പല പേരുകളിൽ വിളിക്കാവുന്ന വിവിധ ആളുകൾ ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡിൻ്റെ ATSൻ്റെ പിടിയിലായിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കം ബബിത ധാക്കഡ് എന്നൊരു യുവതിയിൽ നിന്നാണ്. ആ യുവതി മതം മാറി ഖദീജ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ആ യുവതി മതം മാറുവാനുള്ള കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട ഒരു പാകിസ്ഥാനിയുമായി പ്രണയത്തിലായി മതം മാറിയതാണ്. അതിനുശേഷം ജയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട് അവരുടെ ഏജൻ്റായി രാജസ്ഥാനിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇവർ. അവരുടെ പ്രധാന പ്രവർത്തന മേഖല യുവാക്കളെ വശീകരിച്ച് മതം മാറ്റി അവരെ 2 ശാഖകളായുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക. 2 ശാഖകളിലേക്കും നമുക്ക് വരാം. അതിനു മുമ്പ് ഈ ബബിത ധാക്കഡിൻ്റെ ഒരു പശ്ചാത്തലവും കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഖദീജ എന്ന ബബിത ധാക്കഡ് പിടിയിലായപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ജയ്ഷെ മുഹമ്മദിൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും സജീവമാണ് ജയ്പൂരിലും രാജസ്ഥാൻ ഒട്ടാകെയും എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നൊരു വിവരം തന്നെയായിരുന്നു. അതിനുമപ്പുറത്തേക്ക് അവർ ഈ കെണിയിലാക്കി ഈ ജയ്ഷെ മുഹമ്മദോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ISIക്കോ വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ലീപ്പർ സെല്ലുകളുടെ വിവരങ്ങളും അവരിൽ നിന്ന് പുറത്തു വന്നു. ആ വിവരങ്ങളെ തുടർന്ന് രാജസ്ഥാനിലെ കോട്ട വിദ്യാഭ്യാസത്തിന് കോച്ചിങ് സെൻറ്ററുകളുടെ ഒരു കേന്ദ്രമാണത്. ഒരു വിദ്യാഭ്യാസ കേന്ദ്രം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. നിരവധി കോച്ചിങ് സെൻറ്ററുകൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പഠന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്കായി, അത് IAS കോച്ചിങ്ങിനാണെങ്കിലും മറ്റേതെങ്കിലും തരത്തിലുള്ള സർക്കാർ ഉദ്യോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ആണെങ്കിലും എൻട്രൻസ് കോച്ചിങ്ങുകൾക്കാണെങ്കിലും വരുന്നൊരു സ്ഥലമാണ്, കൂട്ടത്തോടെ വരുന്ന സ്ഥലമാണ്. അതൊരു വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ ഒരുപക്ഷെ നിങ്ങൾക്ക് കോട്ടയിൽ കാണുവാൻ സാധിച്ചേക്കും. ആ കോട്ടയിൽ മനീഷ് ശർമ്മ എന്നൊരു വ്യക്തി ATSൻ്റെ പിടിയിലായി. മനീഷ് ശർമ്മ ഇപ്പോൾ മൊയിൻ ഖാനാണ്. മനീഷ് ശർമ്മയെ സംബന്ധിച്ചുള്ള വിവരം പറയുമ്പോൾ ഇത്തരത്തിൽ പിടിയിലകപ്പെട്ട് അല്ലെങ്കിൽ ഈ ബബിത ധാക്കഡ് ആയിരുന്ന ഖദീജയുടെ അല്ലെങ്കിൽ അവരെ പോലുള്ളവരുടെ കെണിയിലകപ്പെട്ട് മതം മാറിയ ഒരു വ്യക്തിയാണ് ഈ മനീഷ് ശർമ്മ. ഇപ്പോൾ മൊയിൻ ഖാനാണ്. പക്ഷേ മൊയിൻ ഖാൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATSന് ഇപ്പോഴും ഉറപ്പില്ല ഇയാൾ മനീഷ് ശർമ്മ തന്നെയായിരുന്നു എന്നുള്ളത്. കാരണം അയാൾ അറിയപ്പെട്ടിരുന്നത് മനീഷ് ശർമ്മ എന്നാണ്. പക്ഷെ മുൻപ് മൊയിൻ ഖാനാണോ ആയിരുന്നിട്ട് മനീഷ് ശർമ്മയായി നടിക്കുകയായിരുന്നോ, ബബിത ധാക്കഡിൻ്റെ കെണിയിൽപ്പെട്ടതായി അഭിനയിക്കുകയാണോ, അത്തരത്തിലുള്ള പലപ്പോഴും ഈ ഭീകരവാദികൾ പിടിയിലാകുമ്പോൾ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകാറുണ്ട് അന്വേഷണ സംഘത്തെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കുവാൻ വേണ്ടി. അതുകൊണ്ട് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാനൊരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ആ വിവരം പുറത്തു വരുന്നതെന്ന് പറയുന്നത്. എന്തായാലും മൊയിൻ ഖാൻ എന്ന് നമുക്ക് ഈ വ്യക്തിയെ വിളിക്കാം. മൊയിൻ ഖാനെ പിടികൂടുന്നു ATS ഈ ബബിത ധാക്കഡിനെ പോലുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഈ മൊയിൻ ഖാൻ്റെ പ്രവർത്തനത്തിൽ സംശയം തോന്നിയിരുന്ന പ്രദേശവാസികളായ ബജ്റംഗ് ദൾ പ്രവർത്തകർ ഇയാളെ പിടികൂടുകയും ഇയാളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പിടിച്ചെടുക്കുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുവാനായി ATSന് കോട്ടയിൽ എത്തിയപ്പോഴേക്കും കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ബജ്റംഗ് ദൾ പ്രവർത്തകരെ പോലീസിൽ ഏൽപ്പിച്ചിട്ട് അവർ തന്നെ ആ വിവരങ്ങൾ കുറച്ച് പുറത്തുവിട്ടിരുന്നു. ആ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബബിത ധാക്കഡ് ഈ യുവാക്കളെ കെണിയിലകപ്പെടുത്തി ജയ്ഷെ മുഹമ്മദിനും ISIക്കും വേണ്ടി പ്രവർത്തിക്കുവാൻ സജ്ജരാക്കുന്നത് 2 ശാഖകളുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്കായിരുന്നു. ആ 2 ശാഖകളിലൊന്ന് യഥാർത്ഥ ഭീകരവാദ പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുക, രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങൾ ഭീകരവാദാക്രമണങ്ങൾ
ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക എന്നുള്ളത് ഒരു ശാഖ. രണ്ടാമത്തെ ശാഖ കൃത്യമായിട്ടുള്ള മതപരിവർത്തനം. ആ ശാഖയിലാണ് ഈ മൊയിൻ ഖാൻ എന്ന വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരു പ്രധാന ഭീകരവാദ പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്നത്. ഈ ഭീകരവാദ പ്രവർത്തനമുണ്ടല്ലോ, ബോംബ് സ്ഫോടനം, ഇത്ര ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായിരുന്ന ഒരു 20കാരനെ ഈ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച പുലർച്ചെയോടുകൂടി കോട്ടയിൽ നിന്ന് തന്നെ അറസ്റ്റിലായിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകാനുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രധാന വിഷയം ഈ മൊയിൻ ഖാനാണ്. ഈ മൊയിൻ ഖാനെ പിടികൂടിയ ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെ നമ്മളോട് പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ATS അതിനുമപ്പുറത്തേക്കുള്ള ഒരു വിശാലമായൊരു പദ്ധതി, മതപരിവർത്തനത്തിനും നമ്മുടെ ഹിന്ദു യുവതികളെ കെണിയിലാക്കുന്നതിനും വേണ്ടിയുള്ള വിശാലമായൊരു പദ്ധതി, അതിൻ്റെ ഒരു രൂപരേഖ, കൃത്യമായ ആസൂത്രണങ്ങൾ, അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെലിഗ്രാം ഗ്രൂപ്പ്, ഇവയെല്ലാം വെളിപ്പെട്ടിട്ടുണ്ട്. ATS അതിൽ സംബന്ധമായിട്ടുള്ള വെളിപ്പെടുത്താവുന്ന വിവരങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രധാന വിവരം, ഈ മൊയിൻ ഖാൻ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര് സനാതനിയോം കാ നീലാമി. സനാതനിയോം കാ നീലാമി എന്ന് അതിൻ്റെ ഒരു അർത്ഥം പറഞ്ഞാൽ, സനാതന ധർമ്മത്തിൽപ്പെട്ടവരുണ്ടല്ലോ, അവരെ ലേലം വിളിക്കുന്ന സ്ഥലം, ലേലം വിളിച്ച് വിൽക്കുന്ന സ്ഥലം. അല്ലെങ്കിൽ ഈ നീലാമി എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഒരു സാങ്കേതിക പദമായി ഉപയോഗിക്കുന്നത് ബാങ്കിനെ നിലാമി കർദി എന്ന് പറഞ്ഞാൽ ബാങ്ക് ജപ്തി ചെയ്ത് ലേലം വിളിച്ചു എന്നുള്ളതാണ്. ആ രീതിയിലുള്ള പിടികൂടി യുദ്ധാർജിത സമ്പത്തായി ഹിന്ദു യുവതികളെ കൊണ്ടുവന്ന് വിൽക്കുവാനുള്ള സ്ഥലം, അതാണ് ഈ ടെലിഗ്രാം ഗ്രൂപ്പ്. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ അഡ്മിൻ പാകിസ്ഥാനിയാണെന്ന് പറയപ്പെടുന്നു എന്നുള്ളത് ATS പറയുന്നതല്ല. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച ശബ്ദ സന്ദേശങ്ങളിൽ നിന്ന് തന്നെ അയാൾ പറയുന്നതാണ് ഞാൻ പാകിസ്ഥാനിലാണെന്നുള്ളത് വിവരം. പക്ഷേ അത് ATS അത്ര വിശ്വാസയോഗ്യമായൊരു വിവരമായി കണക്കാക്കിയിട്ടില്ല. ഒരുപക്ഷെ പാകിസ്ഥാനിൽ തന്നെ ആയിരിക്കാം അയാൾ, ഒരുപക്ഷെ ഇയാൾ കശ്മീരിലായിരിക്കാം ഇയാളുടെ ഒരു കേന്ദ്രം എന്നുള്ളതും ATS സംശയിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ATS അതിൽ നിന്ന് കണ്ടെടുത്തത് ഏതാണ്ട് 40,000-ഓളം അശ്ലീല വീഡിയോകളാണ് വിവിധ സ്ത്രീകളുടെ. ഈ സ്ത്രീകളെ കുടുക്കിലാക്കുന്നതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതി തന്നെ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ ശബ്ദ സന്ദേശങ്ങളായി, നേരത്തെ പറഞ്ഞ ഹാൻഡിലർ ഉണ്ടല്ലോ, ഈ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ അഡ്മിൻ, ഇവരുടെ ഹാൻഡിലർ എന്ന് വേണമെങ്കിൽ പറയാം, ഇവരുടെ ഒരു കങ്കാണി എന്ന് ഗ്രാമ്യമായി പറയാം, സൂപ്പർവൈസർ, ഹാൻഡിലർ എന്നാണ് അതിന് പൊതുവെ ഉപയോഗിക്കുന്നൊരു പദം. ഈ ഹാൻഡിലർ വ്യക്തമായ പദ്ധതികൾ ഈ മൊയിൻ ഖാൻ ഉൾപ്പെടെയുള്ളവർക്ക് നൽകുന്നുണ്ട്. അതിൽ അയാൾ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഒരു യുവതിയെ ആദ്യം കെണിയിൽപ്പെടുത്തുക, അതിനല്പം ശ്രമപ്പെട്ടാലും ഏതെങ്കിലും തരത്തിൽ കെണിയിൽപ്പെടുത്തുക, അവരുമായി ശാരീരിക ബന്ധം പുലർത്തുക, അതിൻ്റെ വീഡിയോകൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക. പിന്നീട് അവരോട് അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു ജിഹാദി ഏറ്റവും ചുരുങ്ങിയത് ഒരാളെ കെണിയിൽപ്പെടുത്തി അവർ വഴി 3 യുവതികളെയെങ്കിലും അല്ലെങ്കിൽ വിദ്യാർത്ഥിനികളെയെങ്കിലും, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളാണെങ്കിൽ അത്രയും നല്ലത്, കാരണം അവരെ കൂടുതൽ ഈ ഗ്രൂം ചെയ്തെടുക്കുവാനായിട്ട് അവരുടെ ഒരു സ്വാധീന ശക്തി വളരെ എളുപ്പത്തിൽ ചെലുത്തുവാൻ സാധിക്കും അവരുടെ മേൽ. അങ്ങനെയുള്ള ആളുകളെയും ലക്ഷ്യം വെച്ച് ഈ യുവതിയെ ആയുധമാക്കി അവരെയും കെണിയിൽപ്പെടുത്തുക, അവരുടെയും അശ്ലീല ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സൂക്ഷിക്കുക. അതിനുശേഷം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത്, ഇവർ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അവരുടെ താലിയും നെറ്റിയിലെ സിന്ദൂരവും കൃത്യമായി കാണത്തക്ക രീതിയിൽ വീഡിയോകൾ ചിത്രീകരിക്കുക. വീഡിയോകൾ എന്തിനെക്കുറിച്ചായിരിക്കണമെന്നുള്ളതും വ്യക്തമായി പറയുന്നുണ്ട്. ഹിന്ദു ദേവീദേവതമാരെ അപമാനിച്ചും ഹിന്ദു ആരാധനാക്രമങ്ങളെയും ആചാരങ്ങളെയും അപമാനിച്ചും പുച്ഛിച്ചും അള്ളാഹു ആണ് നല്ലവൻ അല്ലെങ്കിൽ വലിയവൻ എന്നുള്ള തരത്തിൽ ഇത്തരത്തിൽ ഈ താലിയും ബിന്ദിയും പ്രദർശിപ്പിച്ച്, ബിന്ദി അല്ലെങ്കിൽ സിന്ദൂരവും സീമന്തരേഖയിലെ സിന്ദൂരവും പ്രദർശിപ്പിച്ചുകൊണ്ട് ഹിന്ദു യുവതികൾ പറയുന്ന വീഡിയോകൾ ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക. അതിൽ തന്നെ ഈ പാകിസ്ഥാനിലെ ഹാൻഡ്ലർ എന്ന് അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ആണ് താനെന്ന് അവകാശപ്പെടുന്ന ഹാൻഡ്ലർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഇവിടെ ഏറ്റവും പ്രസക്തം, പ്രേക്ഷകർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യം. അയാൾ പറയുന്നത്, ഞാൻ നിങ്ങളെ എല്ലാവരെയും വളരെ സുരക്ഷിതരായാണ് കാത്തു സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത്, ഈ ജിഹാദികളെ, മൊയിൻ ഖാൻ ഉൾപ്പെടെയുള്ള ജിഹാദികളെ. അതുകൊണ്ടാണ് നിങ്ങളിൽ ആരെയും ഞാൻ ഗ്രൂപ്പ് അഡ്മിൻ ആക്കാത്തത്. കാരണം നിങ്ങളെ ആരെ വേണമെങ്കിലും എനിക്ക് ഗ്രൂപ്പ് അഡ്മിൻ ആക്കാം, ഇടയ്ക്കിടയ്ക്ക് ഒരു സന്ദേശം തന്നാൽ മതി എനിക്ക്. പക്ഷേ ഞാൻ നിങ്ങളെ ഗ്രൂപ്പ് അഡ്മിൻ ആക്കിയാൽ ഒരു പ്രശ്നമുള്ളത്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നിങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് പുറത്തായാൽ, എന്തെങ്കിലും വിവരം പുറത്തായാൽ, ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ തേടി RSS പ്രവർത്തകരെത്തും.
അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുമെന്ന് അയാൾ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവർ ഭയപ്പെടുന്ന ശക്തി, നിയമ സംവിധാനങ്ങൾക്കപ്പുറത്തേക്ക് ഇവർ ഭയപ്പെടുന്ന ശക്തി എന്താണെന്നുള്ളത് പ്രേക്ഷകർ കൃത്യമായി മനസ്സിലാക്കുക. അത് ഈ ജിഹാദിയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. ഇനി അതിനും അപ്പുറത്തേക്ക് അയാൾ പറയുന്നത് ഈ വീഡിയോകൾ എങ്ങനെ ചിത്രീകരിക്കണമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. 4 പേര് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിൽ ഒരു ജിഹാദി, മൊയ്ൻ ഖാൻ ഒരു ജിഹാദിയാണെന്ന് കരുതുക, ഒരു യുവതിയെ അയാൾ കെണിയിൽപ്പെടുത്തുന്നു. ആ യുവതിയെ ദുരുപയോഗം ചെയ്ത ശേഷം, അത് നേരിട്ടാകാം, മയക്കുമരുന്ന് നൽകിയാകാം, മറ്റെന്തെങ്കിലും രീതിയിലാകാം, അതിനെല്ലാം കൃത്യമായിട്ടുള്ള പാഠ്യഭാഗങ്ങൾ ഉണ്ടത്രേ ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ, ഈ സനാതനിയോങ്ക നീലാമി എന്ന് പേരിട്ടിരിക്കുന്ന ആ അശ്ലീല ടെലിഗ്രാം ഗ്രൂപ്പിൽ. അത്തരത്തിൽ ഒരാളെ കെണിയിലാക്കിയതിനു ശേഷം അവരെ ഭീഷണിപ്പെടുത്തി 3 സ്ത്രീകളെ കൂടി, അല്ലെങ്കിൽ യുവതികളെ കൂടി, അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാതെ പെൺകുട്ടികളെ കൂടി കെണിയിലാക്കുക. അവരെ കെണിയിലാക്കിയതിനു ശേഷം ചെയ്യേണ്ട ആദ്യ കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവരുടെയും അശ്ലീല ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സൂക്ഷിക്കുക, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പ്രവൃത്തികൾ. മറ്റൊരു വിഭാഗത്തിനോട് പറയുന്നത്, നിങ്ങൾ കൃത്യമായി കെണിയിലാക്കി വിവാഹം ചെയ്യേണ്ടയാൾ പെൺകുട്ടികളുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയാണ് നിങ്ങൾ പെൺകുട്ടികളെ സമീപിക്കുന്നതെങ്കിൽ വിവാഹത്തിന് മുമ്പേ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് അവരെ ഗർഭിണികളാക്കുക, അങ്ങനെ കെണിയിൽപ്പെടുത്തുക. കൃത്യമായി കെണിയിൽപ്പെടുത്തുവാനുള്ള വിവിധ രീതികൾ അതിൽ അവർക്ക് ഉപദേശമായി നൽകുന്നുണ്ട്, അല്ലെങ്കിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റൊരു വശത്തേക്ക് വരുമ്പോൾ, ഇവരെ എങ്ങനെ സമീപിക്കണം, ഏതൊക്കെ തരത്തിലായിരിക്കണം, പ്രത്യേകം സ്ത്രീകളെയോ അല്ലെങ്കിൽ ഓരോ സ്ത്രീകളെ അവരെ ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് ഈ മൊയ്ൻ ഖാൻ ഇപ്പോൾ അയാളുടെ പരിസരവാസിയായ, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും കോട്ടയിലുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലുള്ള ഒരു പെൺകുട്ടിയെ കണ്ട് ലക്ഷ്യമായി തീരുമാനിച്ചു എന്ന് കരുതുക. ആ പെൺകുട്ടിയുടെ പടമോ വിവരങ്ങളോ മൊയ്ൻ ഖാൻ നൽകുമ്പോൾ, ആ ഹാൻഡ്ലറായിട്ടുള്ള പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു എന്നവകാശപ്പെടുന്ന, അല്ലെങ്കിൽ താനുള്ളതെന്ന് അവകാശപ്പെടുന്ന ജിഹാദി ഉപദേശം നൽകുന്നത് എങ്ങനെ ആ പെൺകുട്ടിയെ സമീപിക്കാം, അവളുടെ കൃത്യമായിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സുകൾ, ശക്തി ദൗർബല്യങ്ങൾ മനസ്സിലാക്കി ആ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്ത് അവളെ വലയത്തിലാക്കുക. അല്ലെങ്കിൽ നേരത്തെ കെണിയിൽപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും യുവതിയുടെ സഹായത്തോടു കൂടി വലയിലാക്കുക. കൃത്യമായിട്ട് തന്നെ സ്വാധീനം എങ്ങനെ ചെലുത്തണം അവരുടെ മേലെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ പാഠഭാഗങ്ങൾ ആ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട് എന്നാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം നമുക്ക്, അതിനുശേഷം നമുക്ക് തുടർന്ന് അവസാനിപ്പിക്കാം. उन सब लोगों की भी जांच होनी चाहिए। मैंने आपको बिल्कुल सेफ साइड रखा हुआ है। क्यों? खुद लड़ रहा हूँ, अकेला लड़ रहा हूँ, तो मैं हर बात पे मना कर देता हूँ कि नहीं, तुम सामने मत आओ। क्यों? सिर्फ इसलिए कि मैं पाकिस्तान में बैठा हूँ। खुदा न खासा कुछ ऐसा मसला बन जाए तो तुम्हारे लिए जो है ना वो सेफ्टी मुश्किल हो जाएगी। अपने जैसे कॉलेज मेट जो हैं, या मतलब जो दोस्त हैं, या जो मुस्लिम लड़के उधर के हैं, उनको जगाओ। आपस में जब बैठो तो मीटिंग करो, उनको समझाओ, उनको जगाओ, ठीक है। उनको सबसे पहले उनको मतलब जोश भरने के लिए, उनको इस लाइन पे लगाने के लिए सबसे पहले उनको मजहबी दिखाओ कि ये लोग हमारे मज़हब के ख़िलाफ़ क्या कर रहे हैं। फिर उनको इस टीम का बताओ। अगर मैं चाहता ना तो मैं आपको ग्रुप में एडमिन बना के ना इन लोगों के ख़िलाफ़ खड़ा कर देता। आप उनसे लड़ते झगड़ते, चैट करते, आईडी रिपोर्ट होती, वो आपकी आईपी नोट करते, हो सकता है आरएसएस के आपके घर तक पहुंच जाते। मैंने आपको बिल्कुल सेफ साइड रखा हुआ है। വോയിസ് ക്ലിപ്പ് കേട്ടല്ലോ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. RSSൻ്റെ കാര്യവും ഈ താലിയും സിന്ദൂരത്തിൻ്റെ കാര്യവും എല്ലാം അതിലുണ്ട്. തന്നെയുമല്ല, ഈ പദ്ധതി പ്രകാരം അവർ നടത്തി വിജയിപ്പിച്ച പ്രോജക്റ്റുകളുണ്ടല്ലോ, മതം മാറ്റം അല്ലെങ്കിൽ അവരുടെ വലയിൽപ്പെടുത്തിയ സ്ത്രീകളെ സംബന്ധിച്ചുള്ള എല്ലാ തെളിവുകളും ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് 40,000-ഓളം അശ്ലീല വീഡിയോകൾ വിവിധ സ്ത്രീകളുടെ. ആലോചിച്ച് നോക്കൂ, എത്ര വലിയൊരു ശൃംഖലയാണ് ഇവർ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. ഇനി അതിനും അപ്പുറത്തേക്ക് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ശാഖയുണ്ടല്ലോ, ഭീകരവാദ പ്രവർത്തനത്തിലേക്ക് ആണുങ്ങളെ, മുസ്ലിം യുവാക്കളെ തിരിക്കുവാനുള്ള ഉപദേശവും ആ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നൽകപ്പെടുന്നുണ്ട്. പറയുന്നത് ഈ മൊയ്ൻ ഖാനെ പോലെയുള്ളവർ അവരുടെ സമുദായത്തിലുള്ള മുസ്ലിം യുവാക്കളുമായി സൗഹൃദം സ്ഥാപിക്കുക, അവരിൽ കുറച്ച് കൂടുതലായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ആവേശം കൂടുതലുള്ള വ്യക്തികളെ തിരഞ്ഞുപിടിച്ച് അവരുമായി സംസർഗം പുലർത്തുക, നിരന്തരം അവരുമായി സംസർഗം പുലർത്തി അവരുമായി രാത്രികാലങ്ങളിൽ ഒരു കൂടിച്ചേരലുകൾ നടത്തി അതിനിടയിൽ അവരെ പതിയെ ഈ മുസ്ലിം സമുദായത്തിനെതിരെ RSSും ഹിന്ദുക്കളും ചെയ്യുന്ന ക്രൂരതകളെക്കുറിച്ച് വ്യാജ വാർത്തകൾ പരത്തി അവരുടെ മനസ്സ് മാറ്റിയെടുത്ത് അവരെയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ച്
സനാതനിയും കാ നീലാമി ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് അതിൻ്റെ സജീവ പ്രവർത്തകരായി ഏജൻറ്റുകളായി കൊണ്ടുവരിക. അതിനുള്ള ഉപദേശവും എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, എങ്ങനെ വേണം ആളുകളെ സമീപിക്കേണ്ടത്, അവരുടെ മനസ്സിനെ എങ്ങനെ സ്വാധീനിക്കണം, എത്തരത്തിലുള്ള വ്യാജ വാർത്തകളായിരിക്കണം അവർക്ക് നൽകേണ്ടത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കേണ്ടത്, എങ്ങനെ അവരെ മനപരിവർത്തനം ചെയ്തെടുക്കണം. മതപരിവർത്തനമല്ല, കാരണം അതിൽ പറയുന്നത് കൃത്യമായിട്ട് മുസ്ലിം സമുദായത്തിലുള്ള യുവാക്കളെ തിരഞ്ഞുപിടിച്ച് ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് ആകർഷിച്ച് കൊണ്ടുവരുവാനാണ്. വളരെ വ്യക്തമായിട്ടുള്ളൊരു പദ്ധതി ആസൂത്രണം ചെയ്ത് കാലങ്ങളായി നടപ്പാക്കി വരുന്ന ഒരു പ്രക്രിയയായിരുന്നു ഇത്. എന്തായാലും ഭാരതത്തിൻ്റെ ഭാഗ്യത്തിന് ബബിതയിൽ നിന്ന് തുടങ്ങി ബജ്റംഗ് ദളിൻ്റെ ഇടപെടലും കാരണവും കൃത്യമായി ATSന് ഈ വ്യക്തികളിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചു. ഒരുപക്ഷെ അങ്ങനെയൊരു ഇത്തരത്തിലുള്ള അറസ്റ്റുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭാരതത്തിൽ വലിയ ഭീകരാക്രമണങ്ങൾ ഉണ്ടായേനെ. അതിനുമപ്പുറത്തേക്ക് നിരവധി പെൺകുട്ടികൾ ഇനിയും, ഇപ്പോൾ എത്ര പെൺകുട്ടികളാണ് കെണിയിൽപ്പെട്ടത് അല്ലെങ്കിൽ കെണിയിൽപ്പെട്ട് കിടക്കുന്നത്, ഇവരുടെ കെണിയിൽപ്പെട്ട് കിടക്കുന്ന എത്ര ബബിത ധാക്കഡുമാരുണ്ട്. ബബിത ധാക്കഡ് ഏതാണ്ട് പൂർണ്ണമായും തന്നെ മാനസികമായും മതപരമായും പരിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിവർത്തനങ്ങളുടെ ഏതൊക്കെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഘട്ടങ്ങളിൽ എത്രത്തോളം പെൺകുട്ടികൾ പെട്ടുകിടക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സംഖ്യ ATS പുറത്തു വിട്ടിട്ടില്ല. അത് പുറത്തു വിടുവാനും പോകുന്നില്ല. ഒരു ഉദ്ദേശ സംഖ്യ മാത്രമേ നമ്മളോട് പറയുവാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ നാം അറിയുവാൻ സാധ്യതയുള്ളൂ. തത്വമയി ന്യൂസ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. കാരണം കൃത്യമായി കോട്ടയിൽ തന്നെ ഞങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞങ്ങളുണ്ട് ഈ വാർത്തയുടെ പുറകെ. അത്ര നിസ്സാരമായൊരു വാർത്തയല്ലിത്, അങ്ങനെ കാണരുത് ഇതിനെ. കാരണം ഒരു ലവ് ജിഹാദ് കേസ് പോലെയോ അല്ലെങ്കിൽ അല്ല, ഇതൊരു ആസൂത്രിതമായിട്ടുള്ള ഭീകരവാദ പദ്ധതിയാണ്. ഒരു ലക്ഷ്യം വെച്ചുള്ള ഭീകരവാദമല്ല, 2 ശാഖകളായി തിരിഞ്ഞുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള സ്റ്റഡി ക്ലാസ്സാണ്, കോച്ചിങ് സെൻ്ററാണ് സനാതനിയും കാ നീലാമി. വീണ്ടും ഞാൻ പറയുന്നു, സനാതനധർമ്മത്തിൽപ്പെട്ട ആളുകളെ ലേലം വിളിച്ച് വിൽക്കുന്ന സ്ഥലം എന്നുള്ള ഈ ടെലിഗ്രാം ഗ്രൂപ്പ്, അതിൻ്റെ ഹാൻഡ്ലറായിട്ടുള്ള ജിഹാദി തുടക്കം കുറിച്ച് മൊയ്ൻ ഖാനെ പോലുള്ളവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി, എന്ത് ലക്ഷ്യമാണോ ജിഹാദികൾക്കുള്ളത് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ കണ്ടെത്തിയ ഇടം, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മേഖലകളെ സംബന്ധിച്ചുള്ള ആസൂത്രണവും മറ്റ് ചർച്ചകളും എല്ലാം നടത്തുവാൻ കണ്ടെത്തിയ ഇടം. ഒപ്പം ഇത്തരത്തിലുള്ള അശ്ലീല വീഡിയോകളും അവരുടെ പ്രവർത്തന വിജയത്തിൻ്റെ, യുദ്ധാർജിത സമ്പത്തിൻ്റെ, ഗനീമത്തിൻ്റെ ഒക്കെ തെളിവുകൾ സൂക്ഷിക്കുവാനുള്ള സ്ഥലം. മനസ്സിലാക്കുക, അവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. ജാഗരൂകരാകേണ്ടത് നാമാണ്, പഠിപ്പിക്കേണ്ടത് നമ്മുടെ പെൺകുട്ടികളെയാണ്. നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ജിഹാദികൾ ആരാണ് എന്താണെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്കതിന് സാധ്യമല്ല എന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ഒരുവിധപ്പെട്ട ഇത്തരം പൊട്ടൻഷ്യൽ ജിഹാദികളിൽ നിന്ന് അകലം പാലിച്ച് ജീവിക്കുവാനും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള പാഠങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്കാണ് നാം നൽകേണ്ടത്. സർക്കാർ അതിൻ്റെ ജോലി ചെയ്യട്ടെ, നിയമ സംവിധാനങ്ങൾ അതിൻ്റെ ജോലി ചെയ്യട്ടെ, ബജ്റംഗ് ദൾ അവരുടെ പ്രവർത്തികൾ തുടരട്ടെ, RSSകാർ ഈ ജിഹാദികളുടെ മനസ്സിൽ ഭീതി വിതച്ച് തന്നെ തുടരട്ടെ. ഇതൊന്നും ശാശ്വതമായ പരിഹാരത്തിന് സാധകമായി വരികയില്ല. അതിന് തയ്യാറാകേണ്ടത് നാമാണ്. ആ പരിഹാരം കണ്ടെത്തേണ്ടത് നാമാണ്. മുന്നിട്ടിറങ്ങേണ്ടത് നാമാണ്. അത്രമാത്രമേ ഈ വിഷയത്തിൽ ഇപ്പോൾ പറയുവാനുള്ളൂ. കൂടുതൽ വികസിച്ച് വരുന്നൊരു വാർത്തയാണിത്. ആ വികാസങ്ങൾ ഉണ്ടാകുന്ന തരുണത്തിൽ പ്രേക്ഷകരുമായി അവ പങ്കുവയ്ക്കുകയും വിശകലനം ചെയ്യുകയും തീർച്ചയായും തത്വമയി ന്യൂസ് ചെയ്യുന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ നിങ്ങളുമായി ഞാൻ പങ്കുവെച്ച ഈ വിവരങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ, ജാഗ്രതയും തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.